നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മൗര്യാസിന്റെ പോർഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ആ യൂണിറ്റിന്റെ തന്നെ അടുത്ത പോർഷൻ ആയിട്ട് വരുന്ന ഗുപ്ത എംപയർ ആണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമേ പറയുന്നത്, ഇൻ ഏൻഷ്യൻ ഇന്ത്യ ദ ഗുപ്ത എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ 3rd century AD ആൻഡ് ലാസ്റ്റഡ് ടിൽ 543 AD. അപ്പൊ ഏത് സമയത്താണ് ഗുപ്ത എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 3rd സെഞ്ചുറിയുടെ പകുതിയോട് കൂടിയാണ് ഗുപ്ത എംപയർ വരുന്നത്. ഗുപ്ത എംപയർ ഏകദേശം 543 AD വരെയാണ് നിലനിൽക്കുന്നത്. അപ്പം ഗുപ്ത എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പോഴാണ്? മിഡ് ഓഫ് ദ 3rd century AD സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 543 AD വരെയായിരുന്നു ഈ ഗുപ്ത എംപയറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ദ ഫൗണ്ടർ ഓഫ് ദ ഗുപ്ത എംപയർ വാസ് ശ്രീഗുപ്ത. അപ്പൊ നമ്മൾ ഗുപ്ത എംപയർ മൗര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യനെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ ഓരോ എംപയറും ഡൈനാസ്റ്റിയും എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ആര് കാണും? അതിനെന്തായാലും ഒരു ഫൗണ്ടർ കാണും. അപ്പം ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്ന ആളാണ് ആര്? ശ്രീഗുപ്ത. അപ്പം ഗുപ്ത എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? 3rd century, മറക്കരുത്, മിഡ് 3rd century AD ാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗുപ്ത എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം എത്ര നാൾ വരെയായിരുന്നു ഉണ്ടായിരുന്നത്? 543 AD വരെയായിരുന്നു അത് നിലനിന്നത്. അതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? ശ്രീഗുപ്തയായിരുന്നു അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. The Gupta Empire reached its prominence in 320 AD. അപ്പൊ നമ്മൾ പറഞ്ഞു ഫൗണ്ടർ ആരാണ്? ശ്രീഗുപ്തയാണെന്ന് പറഞ്ഞു. ഇനി ഈ ഗുപ്ത എംപയർ അതിന്റെ പ്രോമിനൻസിൽ എത്തിയത്, പ്രോമിനൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പീരീഡ്, അല്ലെങ്കിൽ നമ്മൾ ഗുപ്ത ഏജിന് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗുപ്ത ഏജ് അതിന്റെ ഏറ്റവും നല്ല പ്രോമിനന്റിലേക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ഏത് സമയത്തായിരുന്നു? 320 AD എത്തുന്നത്. മേജർ പാർട്ട് ഓഫ് ദ കൺട്രി വാസ് അണ്ടർ ദ റെയിൻ ഓഫ് ഗുപ്ത ഡൈനസ്റ്റി. അപ്പം ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക്, അതായത് ഈ പ്രൊമിനന്റ് ആയിട്ട് ഗുപ്ത എംപയർ വരുന്ന ആ ഒരു സമയത്തോടു കൂടി തന്നെ നമ്മുടെ ആ കൺട്രിയിലെ ഏകദേശം എല്ലാ പാർട്സും തന്നെ ആരുടെ കീഴിൽ വരുവാണ്? ഗുപ്ത എംപയറിന്റെ കീഴിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ദ ഹോംലാൻഡ് ഓഫ് ഗുപ്ത ഇസ് നോട്ട് ഷുവർ, ബട്ട് the Gupta might have originated from either ബംഗാൾ ഓർ പ്രയാഗ. അപ്പം ഗുപ്താസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ശരിക്കുമുള്ള ഒറിജിൻ അല്ലെങ്കിൽ അവരുടെ ഹോംലാൻഡ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അത്ര ഉറപ്പില്ലാത്തതാണ്. എന്നാൽ പോലും സ്കോളേഴ്സ് പറയുന്നുണ്ട് ഗുപ്താസ് എവിടെ നിന്ന് വന്നവരാകാന്നാണ്? ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ പ്രയാഗ റീജിയനിൽ നിന്നും വന്നവരാണ് ഈ ഗുപ്താസ് എന്നാണ് ചില സ്കോളേഴ്സിന്റെ അഭിപ്രായം. Though the Gupta Empire was not as large as the Mauryan Empire, the Guptas kept the entire North India politically united for more than a century. നമ്മൾ മൗര്യാസിന്റെ കാര്യം പറഞ്ഞു മൗര്യാസ് വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ അവിടെ എന്താ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി വരുന്നത്. അപ്പം ഗുപ്ത എംപയറും ഒരു യൂണിറ്റി കൊണ്ടുവന്നിരുന്നു. എന്നാൽ പോലും മൗര്യൻ എംപയറിന്റെ അത്രയും ലാർജും അല്ലായിരുന്നു, അവരുടെ അത്രയും ഒരു സ്ട്രോങ്ങും അല്ലായിരുന്നെങ്കിൽ പോലും നോർത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെഞ്ചുറിയോളം പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്ത് നിർത്താൻ ആർക്ക് സാധിച്ചിരുന്നു? ഗുപ്താസിന് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. There are several sources like literary works, inscriptions, epigraphical and numismatic sources which reconstruct the history of Gupta age. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? അതിന്റെ സോഴ്സസ്. അപ്പൊ നമ്മൾ ആദ്യമേ പറയുന്നത് അതിന്റെ മിഡ് ഓഫ് ദ 3rd century AD തൊട്ട് 543 AD വരെയായിരുന്നു ആ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത്. അതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? ശ്രീഗുപ്തയായിരുന്നു. ഈ ഗുപ്ത അതിന്റെ ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ഏജിലേക്ക് എത്തുന്ന ഏത് സമയത്തായിരുന്നു? 320 AD. ഇനി ഗുപ്താസിന്റെ ഹോംലാൻഡ് എവിടെയാണെന്നാണ് ചില സ്കോളേഴ്സിന്റെ അഭിപ്രായം? ബംഗാൾ അല്ലെങ്കിൽ പ്രയാഗ റീജിയനിൽ നിന്ന് വന്നവരാണെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു സെഞ്ചുറി കാലഘട്ടത്തോളം ഇവര് നോർത്ത് ഇന്ത്യ പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്ത് നിർത്തിയിരുന്നു. ഇനി അപ്പൊ നമ്മൾ അടുത്ത പറയുന്നത് കാര്യമാണ് അല്ലെ. എന്തൊക്കെ സോഴ്സസ് ആണ് നമുക്ക് കിട്ടുന്നത്? ലിറ്റററി വർക്ക്സ് കിട്ടുന്നുണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് കിട്ടുന്നുണ്ട്, എപ്പിഗ്രാഫിക്കൽ, അതുപോലെ പറയുന്നത്. അപ്പൊ വോയിസ് കൊണ്ടുള്ള എവിഡൻസ് കിട്ടുന്നുണ്ട്. ലിറ്റററി എന്ന് പറയുമ്പോൾ വർക്കുകൾ, ബുക്കുകൾ വരുന്നുണ്ട്, ജേർണൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ലിറ്റററി വർക്ക്സിൽ വരുന്നത്.
The information regarding the genealogy and the rise of Gupta are provided in the contemporary literary works like ദേവി ചന്ദ്രഗുപ്തം ഓർ മുദ്രാ രാക്ഷസം. അപ്പൊ നമുക്ക് ഇതിന്റെ ജീനിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഓരോ റൂളേഴ്സിന്റെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റൂളർ കഴിഞ്ഞിട്ട് അടുത്തത് ആരാണ് വന്നതെന്ന് പറഞ്ഞു പോകില്ല. അങ്ങനെ ഒരു ഓർഡർ ഇല്ലേ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അതിനെയാണ് അല്ലെങ്കിൽ ആ വംശ പരമ്പരയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീനിയോളജി എന്ന് പറയുന്നത്. അപ്പം ഈ ഗുപ്താസിന്റെ ജീനിയോളജിയെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് 2 ലിറ്റററി വർക്ക്സിൽ നിന്നാണ്. ഒന്നാമത്തെ പേരാണ് ദേവി ചന്ദ്രഗുപ്തം, രണ്ടാമത്തെയാണ് എന്ത്? മുദ്രാ രാക്ഷസം. അപ്പൊ മൗര്യൻ എംപയറിന്റെ സമയത്ത് പറഞ്ഞതാണ് മുദ്രാ രാക്ഷസം എന്ന് പറയുന്നത് ഗുപ്ത എഴുതപ്പെട്ടത്. ആരാ എഴുതിയത്? വിശാഖദത്തന്റെയാണ് എന്ത്? മുദ്രാരാക്ഷസ എന്ന് പറയുന്നത്. അപ്പം ഈ മുദ്രാരാക്ഷസ എന്ന് പറയുന്നത് ഗുപ്ത ഏജിൽ എഴുതപ്പെട്ടതാണെങ്കിൽ പോലും ചന്ദ്രഗുപ്ത മൗര്യയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണ്. അപ്പം എന്താ കാരണം? ഇവരുടെ ജീനിയോളജി, അതായത് വംശപരമ്പര കംപ്ലീറ്റ് പറഞ്ഞു തരുന്ന ഒരു വർക്ക് കൂടിയാണല്ലോ. അതുകൊണ്ടാണ് ഈ മൗര്യാസിന്റെ ഹിസ്റ്ററിയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയത്. ദേവി ചന്ദ്രഗുപ്തോ മുദ്രാരാക്ഷസം, ഈ 2 ലിറ്റററി വർക്ക്സിൽ നിന്നാണ് നമുക്ക് ഗുപ്താസിന്റെ ആ ഒരു വംശപരമ്പര അല്ലെങ്കിൽ ആ ഒരു ജീനിയോളജിയെ കുറിച്ചുള്ള ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. An account of social, economic and religious conditions of the Gupta Empire was left by the Chinese traveler Fahian. നമ്മൾ പറഞ്ഞു ഇവരുടെ ജീനിയോളജി നമുക്ക് കിട്ടിയത് 2 വർക്ക്. ഇനി ഇവരുടെ സോഷ്യൽ, എക്കണോമിക്, അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഫാഹിയാന്റെ അക്കൗണ്ട്. അപ്പം ഈ ഫാഹിയാന്റെ വർക്കുകളിൽ നിന്നാണ് നമുക്ക് എന്ത്? ഗുപ്ത ഏജിൽ ഉണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് ആൻഡ് റിലീജിയസ് കണ്ടീഷൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ട്. Inscriptions such as Allahabad pillar inscription, the Mehruli iron pillar inscription mention the achievements and reign of Guptas. അപ്പൊ നമ്മൾ പറഞ്ഞു ലിറ്റററി വർക്ക്സ് പറഞ്ഞു, അതിനുശേഷം അടുത്ത എന്താണ്? ഇൻസ്ക്രിപ്ഷൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. 2 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പില്ലർ ഇൻസ്ക്രിപ്ഷനും രണ്ടാമതാണ് മെഹ്റൂലി അയോൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതായത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനും മെഹ്റൂലി പില്ലർ ഇൻസ്ക്രിപ്ഷനും. ഇത് നമുക്ക് അവർക്കുണ്ടായ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്താ? ലിറ്റററി വർക്ക്സ് ഉണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, എപ്പിഗ്രാഫിക്കൽ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്, ന്യൂമിസ്മാറ്റിക് സോഴ്സസും ആണ് നമുക്ക് ഗുപ്ത എംപയറിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സോഴ്സസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് അവരുടെ ജീനിയോളജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറയുന്ന 2 ലിറ്റററി വർക്ക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെയാണ് ഏത്? ദേവി ചന്ദ്രഗുപ്തവും, രണ്ടാമത്തെയാണ് ഏത്? മുദ്ര രാക്ഷസം. മുദ്ര രാക്ഷസ ആരാ എഴുതിയത്? വിശാഖദത്തൻ എഴുതിയതാണ്. അതിനകത്ത് ചന്ദ്രഗുപ്ത മൗര്യയുടെ കാര്യം പറയുന്നുണ്ട്, അത് വിട്ടുപോകരുത്. അപ്പൊ ഗുപ്ത എംപയറിലെയും മൗര്യയിലെയും ഏകദേശം നമുക്ക് ഒരേപോലെ പറയാൻ പറ്റുന്ന ഒരു സോഴ്സ് കൂടിയാണ് എന്ത്? മുദ്ര രാക്ഷസം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന വർക്ക് ഏതാണ്? ഫാഹിയാന്റെ, ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഫാഹിയാന്റെ വർക്കാണ്. ഫാഹിയാന്റെ വർക്കിലൂടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് സോഷ്യൽ ആയിട്ടുള്ള, ഇക്കണോമിക് ആയിട്ടുള്ള, റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആരുടെ അക്കൗണ്ടിൽ കൂടെ കിട്ടുന്നത്? ഫാഹിയാന്റെ. ഫാഹിയാൻ ആരാണ്? ചൈനീസ് ട്രാവലർ ആണ്. ഒരിക്കലും മറന്നു പോയത്. ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഫാഹിയാന്റെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. കാരണം ജീനിയോളജി ഒക്കെയാണ് അത് അത്യാവശ്യം, പക്ഷെ എന്നാൽ പോലും അവരുടെ സോഷ്യലും എക്കണോമിക്കും റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ഫാഹിയാന്റെ വർക്കിൽ നിന്നാണ്. പിന്നെ ഇവരുടെ പറ്റി പറയുന്ന 2 ഇൻസ്ക്രിപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനും ഉണ്ട്, മെഹ്റൂലി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? With the decline of Mauryan Empire, 2 large powers emerged. They were the Shadavahanas, who established rule over the Deccan and the south, and the Kushanas, who took control of the north. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഗുപ്ത എംപയർ ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, ഇല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഇവിടെ റൈസ് ചെയ്ത് വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്.
അപ്പൊ മൗര്യൻസിന്റെ ഡിക്ലൈനോട് കൂടി രണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പവേഴ്സ് എമർജ് ചെയ്ത് വരുവാണ്. മൗര്യാസ് ഉണ്ടായിരുന്നപ്പോ എന്താണ്, മൗര്യാസ് ആയിരുന്നു ഏറ്റവും സുപ്രീം ആയിട്ട് നിന്നിരുന്നത്. അപ്പം ഈ മൗര്യാസ് തകരുന്നതോട് കൂടി അവിടെ രണ്ട് പൊളിറ്റിക്കൽ പവേഴ്സ് ആണ് എമർജ് ചെയ്ത് വരുന്നത്. ഒന്നാരായിരുന്നു, ശതവാഹനാസ്. ഈ ശതവാഹനാസിനെ തന്നെയാണ് നമ്മൾ ആന്ധ്രാസ് എന്ന് പറയുന്നത്. ആന്ധ്രാസ് എന്ന് പറയുന്നത് എന്താണ്, അവർ ആന്ധ്രയിൽ നിന്ന് വന്നവരെന്നുള്ള അർത്ഥമല്ല, ശതവാഹനാസിനെ ആന്ധ്രാസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അതങ്ങനെ ഓർത്തിരിക്കണേ. അപ്പം ശതവാഹനാസും ആയിരുന്നു ഒന്നാമത്തെ വന്ന പൊളിറ്റിക്കൽ പവർ. രണ്ട് പവർ വന്നല്ലേ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ആരായിരുന്നു, കുഷാനാസ്. അപ്പം മൗര്യൻ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ എമർജ് ചെയ്തു വന്ന രണ്ട് പൊളിറ്റിക്കൽ പവേഴ്സ് ആയിരുന്നു ശതവാഹനാസും കുഷാനാസും. ഈ ശതവാഹനാസ് എവിടെയായിരുന്നു അവരുടെ ആ ഒരു റൂള് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമുക്ക് നോക്കാം അല്ലെ. എവിടെയാണ്? ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ. അപ്പം ഡെക്കാനിലും സൗത്ത് ഇന്ത്യയുടെ പോർഷൻസിലുമായിരുന്നു ആര് ഭരിച്ചിരുന്നത്? ശതവാഹനാസ് ഭരിച്ചിരുന്നത്. അപ്പൊ കുഷാനാസ് എവിടെ ആയിരിക്കും? നോർത്ത് ഭാഗത്തായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം, അപ്പൊ നമ്മൾ എന്തായാലും മറന്നു പോകില്ല. അപ്പം ഗുപ്ത എംപയറിന്റെ ഒറിജിൻ പറയുന്ന സമയത്ത് മൗര്യാസിന്റെ ഡിക്ലൈനിന് ശേഷം രണ്ട് പൊളിറ്റിക്കൽ പവേഴ്സ് ആണ് എമർജ് ചെയ്ത് വരുന്നത്. ഒന്നാരാണ്? ശതവാഹന. ശതവാഹന എവിടെയാണ്? ഡെക്കാനും സൗത്ത് ഇന്ത്യൻ പോർഷൻസും. കുഷാനാസ് ആണ് രണ്ടാമത്തെ പൊളിറ്റിക്കൽ പവർ. അതെവിടെയാ വരുന്നത്? നോർത്തിലാണ് അല്ലേ വരുന്നത്. ഇനി around AD 230, Kushana's rule in North India came to end, and the Murundas, who were believed to the kingdoms of Kushans, took over a good part of Central India. അപ്പം ഏകദേശം ഒരു AD 230 ആവുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുഷാനാസിന്റെ റൂള് തകരുവാണ്, അല്ലെങ്കിൽ അവരുടെ ആ റൂൾ അവിടെ കൊണ്ട് അവസാനിക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മുരുണ്ടാസ് എന്ന് പറയുന്നത്. മുരുണ്ടാസ് ക്ലാനിൽ തന്നെ പെട്ട വേറൊരു വിഭാഗക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. ഇവരെന്ത് ചെയ്യുവാണ്? വലിയ ഭാഗം തന്നെ ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. മുരുണ്ടാസ് റെയിൻ ലാസ്റ്റഡ് ഓൺലി ഫോർ 25 years. എത്ര വർഷക്കാലാണ്? 25 വർഷക്കാലമാണ് മുരുണ്ടാസ് ഇവിടെ ഭരിച്ചിരുന്നത്. അറൌണ്ട് AD 275, the ruins of Kushan Empire, Gupta Empire was established, and a large part of the former dominions of both the Kushanas and the Shadavahanas came under their rule. അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഏകദേശം ഒരു AD 275, അതായത് നമ്മൾ പറഞ്ഞു AD 230 കൂടി തന്നെ ആരവിടെ റൂൾ അവസാനിപ്പിക്കുകയാണ്? കുഷാനാസ് റൂൾ അവസാനിപ്പിക്കുന്നുണ്ട്. ശേഷം 25 വർഷക്കാലം മുരുണ്ടാസ്, അതായത് കുഷാനാസിന്റെ തന്നെ കിങ്സ്മൻ ക്ലാസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ക്ലാനിൽ തന്നെ വരുന്ന വേറൊരു വിഭാഗക്കാരായിരുന്നു മുരുണ്ടാസ് എന്ന് പറയുന്നത്. അവരവിടെ ഏകദേശം 25 വർഷക്കാലം റൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 275 ആകുമ്പോഴത്തേക്കും ഈ കുഷാന എംപയറിന്റെയും അതുപോലെ ശതവാഹനെയും രണ്ടു പേരും അവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളും എല്ലാം കൂടെ ചേർന്ന് പിന്നീട് റൈസ് ചെയ്ത് വരുന്ന ഒരു എംപയർ ആയിരുന്നു ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. അങ്ങനെ ഗുപ്ത എംപയർ വരുന്നു. ഈ നോർത്ത് ഇന്ത്യ പൊളിറ്റിക്കലി യുണൈറ്റ് ചെയ്ത് വെക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ ഗുപ്ത എംപയറിന് സാധിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് ഒന്നുകൂടെ പറയാം അല്ലെ. രണ്ട് പൊളിറ്റിക്കൽ പവർ ആയിരുന്നു, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. രണ്ട് പൊളിറ്റിക്കൽ പവർ ശതവാഹനാസും കുഷാനാസും ഉണ്ടായിരുന്നു. ശതവാഹനാസ് ഡെക്കാൻ സൗത്ത് ഇന്ത്യ പോർഷൻ ആയിരുന്നെങ്കിൽ കുഷാനാസ് ഇവിടെ ആയിരുന്നു നോർത്ത് ഇന്ത്യ പോർഷൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ഒരു AD 230 കൂടി കുഷാനാസിന്റെ റൂൾ അവസാനിക്കുന്നു. ശേഷം മുരുണ്ടാസ് വരുന്നു, അവർ 25 വർഷം റൂൾ ചെയ്യുന്നു. ശേഷം AD 275 ആകുമ്പോഴത്തേക്കും ഗുപ്ത എംപയർ റൈസ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. എന്തൊക്കെ കൂടെ കൂടിച്ചേർന്നിട്ടാണ്? അവിടെ ഉണ്ടായിരുന്ന കുഷാനാസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഗുപ്ത എംപയർ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് chronology of Gupta Empire. Beginning with Sri Gupta, over the period of 200 years, the Gupta Empire reached its prominence until the reign of Skanda Gupta, after which the weak ruler of Gupta dynasty resigned and eventually led to the decline of the empire. നമ്മൾ ഇവരുടെ ക്രോണോളജി നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? ശ്രീഗുപ്തയാണെന്ന് പറഞ്ഞു അല്ലെ. ശ്രീഗുപ്ത തൊട്ട് അങ്ങോട്ട് പിന്നെ ഒരു 200 വർഷക്കാലം ഈ ഗുപ്ത എംപയർ ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാനത്തെ റൂളറായിട്ട് നമ്മൾ പറയുന്ന ആരാണ്? സ്കന്ദഗുപ്തയാണ്. ഈ സ്കന്ദഗുപ്ത എന്ന് പറയുന്നത് ഒരു വീക്ക് റൂളർ ആയിരുന്നു. അതോടുകൂടിയാണ് എന്ത് പറ്റുന്നത്?
ഈ വീക്ക് റൂളേഴ്സ് വരുന്നതോടുകൂടി ഗുപ്ത എംപയർ അതിന്റെ ഒരു ഡിക്ലൈനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓരോ റൂളേഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നോക്കാനാണ്. അപ്പം ആദ്യമേ ഡൈനാസ്റ്റി ആരാ? ശ്രീഗുപ്തയുടെ ടൈം പീരീഡ് AD 240 തൊട്ട് AD 280 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ശ്രീഗുപ്ത ഭരിച്ചിരുന്നത്. He was described as മഹാരാജ in the അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ഗുപ്ത റൂളറിനെയാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മഹാരാജ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ആരെയാണ്? ശ്രീഗുപ്ത. അതായത് ഗുപ്ത ഡൈനാസ്റ്റിയുടെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീഗുപ്തയായിരുന്നു അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിലെ മഹാരാജ. അപ്പം ശ്രീഗുപ്തയ്ക്ക് ശേഷം പിന്നീട് ശ്രീഗുപ്തയുടെ പീരീഡ് നമ്മൾ പറഞ്ഞപ്പോഴാ 240 തൊട്ട് 280 വരെ ആയിരുന്നു അല്ലെ. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത റൂളറാണ് ഗദോൽഗജ. ഗദോൽഗജയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 280 AD തൊട്ട് 319 AD വരെയായിരുന്നു. അപ്പം ഈ ഗദോൽഗജ എന്ന് പറയുന്നത് ശ്രീഗുപ്തയുടെ മകനായിരുന്നു. ശ്രീഗുപ്ത he was also described as മഹാരാജ in the അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ നമുക്ക് ഡൗട്ട് വരരുത്, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മഹാരാജ എന്ന് പറഞ്ഞിരിക്കുന്ന റൂളർ ആരായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ശ്രീഗുപ്തയും ഗദോൽഗജയും രണ്ടും കൂടെ ഓപ്ഷൻ ആയിട്ട് എന്തായാലും വരാൻ ചാൻസ് ഇല്ല, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. അപ്പൊ രണ്ടുപേരെയും മഹാരാജ എന്നുള്ള ഒരു പേരിൽ വിശേഷിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്താലും മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു റൂളർ വരുന്നത്? ശ്രീഗുപ്തയായിരുന്നു അല്ലെ. ശ്രീഗുപ്തയ്ക്ക് ശേഷം വരുന്നത് ഗദോൽഗജയാണ്. അതിനുശേഷം വരുന്ന ഒരു റൂളറാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ഇപ്പം ഇവിടെ നമ്മൾ ടൈം 280 390 എല്ലാം കണക്ട് ചെയ്താ പോകുന്നത്. അതായത് 240 280 280 319. അടുത്ത എത്രയാണ്? AD 319 തൊട്ട് 334 വരെയുള്ള കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്ത ആസ് ദ റൂൾ. അപ്പൊ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗദോൽഗജ തോൽപ്പിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ഇങ്ങോട്ട് വരുവാണ്, അധികാരത്തിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ഹി വാസ് എ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ് ഓഫ് ദ ഗുപ്ത ഡൈനാസ്റ്റി. അപ്പം ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീഗുപ്തയ്ക്ക് ശേഷം നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു റൂളർ ആയിരുന്നു ആര്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ഗുപ്ത ഡൈനാസ്റ്റിയിലെ ചന്ദ്രഗുപ്ത ഫസ്റ്റ്. The Gupta era began with accession to the throne in AD 320. അപ്പൊ നമ്മൾ ഫൗണ്ടർ എന്ന് പറയുന്ന ശ്രീഗുപ്ത ആണെങ്കിൽ പോലും ഗുപ്ത ഇറ എന്ന് പറയുന്ന ആ ഒരു സമയം തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്തോടുകൂടിയാണ്. അതായത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് റൂള് വരുന്നത് എപ്പോഴാണ്? 319 AD അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം AD 320 തൊട്ടാണ് നമ്മൾ ഗുപ്ത ഇറ എന്നുള്ളത് അറിയപ്പെടാൻ തുടങ്ങിയത്. He was the first king to be called മഹാരാജാതി രാജ. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നില്ല, ഇവിടെ പറഞ്ഞില്ലേ ശ്രീഗുപ്തയും ഗദോൽഗജ എന്താ പറഞ്ഞിരുന്നത്? മഹാരാജ എന്നായിരുന്നു അലഹബാദ് പില്ലർ വിശേഷിക്കുന്നത്. വരുമ്പോൾ ചന്ദ്രഗുപ്ത എന്താണ് പറയുന്നത്? മഹാരാജാതി രാജ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ്. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു പേര് വരുന്നത്. മഹാരാജാതി രാജ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റിനെയാണ്. He married the Licchavi princess, possibly from Nepal, Kumaradevi. With this matrimonial alliances, he strengthened his position and added prestige to Gupta dynasty. അപ്പൊ നമുക്ക് ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കൊക്കെ ഉണ്ടാകുമെന്ന് വയ്ക്കുക. ഉടനെ ഇവിടെയുള്ള രാജാവ് പോയി അവിടെ ഉണ്ടായിരുന്ന രാജകുമാരി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ രാജ്യം കൊടുത്തിട്ട് അതേ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ആരും ചെയ്തത്? ചന്ദ്രഗുപ്ത ഫസ്റ്റും ചെയ്തത്. ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ലിച്ചാവീസുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ലിച്ചാവീസ് ഉണ്ടായിരുന്ന ആ ഒരു പോർഷനും കൂടെ ഗുപ്ത വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ലിച്ചാവി പ്രിൻസസ് ആയിട്ട് കുമാരദേവിയെ വിവാഹം ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിച്ചാവി പ്രിൻസസിന്റെ പേരെന്താണ്? കുമാരദേവി. കുമാരദേവിയെ വിവാഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാട്രിമോണിയൽ അലയൻസസ് വരുന്നതോടുകൂടി എന്താ അദ്ദേഹത്തിന്റെ ഗുപ്ത എംപയറിലുള്ള ഒരു പൊസിഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. പോരാത്തതിന് ലിച്ചാവീസിന്റെ സപ്പോർട്ടും ഇനി മുമ്പോട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. The Mehroli iron pillar inscription explains in detail about his lengthy conquest.
അപ്പം അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് മെഹ്റൂലി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഗുപ്താസിന്റെ കാര്യം പറഞ്ഞപ്പോ 2 ഇൻസ്ക്രിപ്ഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസും, 2 മെഹ്റൂലി പില്ലർ ഇൻസ്ക്രിപ്ഷനും. അപ്പം അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തയുടെയും അതുപോലെ ഗദോൽഗജിന്റെയും കാലഘട്ടത്തിൽ വരുന്നതാണെങ്കിൽ മെഹ്റൂലി ആരുടെ കാലഘട്ടത്തിലാണ്? ഏറ്റവും ഗുപ്ത എംപയറിലെ പ്രൊമനന്റ് ആയിട്ട് വരുന്ന റൂളർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത ഫസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ് എന്ത്? മെഹ്റൂലി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻസ്ക്രിപ്ഷനിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ കോൺക്വസ്റ്റുകളെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് മെൻഷൻ ചെയ്തു പോയിരിക്കുന്നത്. ഡ്യൂറിംഗ് ഹിസ് പീരീഡ് പാടലിപുത്ര വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഗുപ്ത എംപയർ. ഇദ്ദേഹത്തിന്റെ സമയത്തുള്ള ക്യാപിറ്റൽ സിറ്റി ഏതായിരുന്നു? പാടലിപുത്രയായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞാരാണ്? ശ്രീഗുപ്തയെ പറഞ്ഞു, അതുപോലെ കഴിഞ്ഞിട്ട് ഗദോൽഗജിനെ പറഞ്ഞു, അതിനുശേഷം വരുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആയിരുന്നു. ഇനി ചന്ദ്രഗുപ്ത ഫസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സമുദ്രഗുപ്ത പറയുന്നത് ടൈം പീരീഡിലാണ് AD 335 തൊട്ട് 380 വരെയുള്ള കാലത്തിലായിരുന്നു ആര് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്? സമുദ്രഗുപ്ത റൂൾ ചെയ്തു. He was the son and successor of ചന്ദ്രഗുപ്ത ഫസ്റ്റ്. അപ്പൊ ചന്ദ്രഗുപ്ത ഫസ്റ്റിന്റെ മകനായിരുന്നു ആര്? സമുദ്രഗുപ്ത എന്ന് പറയുന്ന സൺ ആൻഡ് സക്സസർ ഓഫ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്. The Gupta kingdom enlarged enormously under his reign. നമ്മൾ പറഞ്ഞു മൗര്യൻ എംപയർ ആണെങ്കിലും അതിന്റെ കുറെ എൻലാർജ് ചെയ്യുന്ന ആരുടെ സമയത്തായിരുന്നു? അശോകന്റെ സമയത്തായിരുന്നു നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ സമുദ്രഗുപ്തന്റെ സമയത്താണ് ഈ ഗുപ്ത കിങ്ഡം നല്ല രീതിയിൽ എൻലാർജ് ചെയ്യുന്നത്. The people and countries conquered by him are engraved in Allahabad inscriptions. അപ്പം അദ്ദേഹം പിടിച്ചടക്കിയ ആൾക്കാരെ പറ്റിയും അദ്ദേഹം പിടിച്ചടക്കിയ രാജ്യങ്ങളെ പറ്റിയുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എവിടെ കൊത്തിവെച്ചിരുന്നു? അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിസ് കോൺക്വസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 5 ഗ്രൂപ്പ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളർ ആണല്ലേ സമുദ്രഗുപ്ത. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സമയത്ത് ഗുപ്ത എംപയർ ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകളെ കുറിച്ചും അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകളെ തന്നെ നമുക്ക് 5 ഗ്രൂപ്പായിട്ടാണ് തിരിക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പാണ് എഗെയിൻസ്റ്റ് ദ പ്രിൻസസ് ഓഫ് ഗംഗ യമുന ഡോബ്. ഗംഗ യമുന ഡോബ് റീജിയനിൽ വരുന്ന പ്രിൻസസിന് എതിരെയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓരോ ഗ്രൂപ്പ് ഏതാണ് ആരുമായിട്ടാണെന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. എക്സാമിന് അങ്ങനെ ചോദിച്ചു കാണാത്ത ക്വസ്റ്റൻ ആണ്, എന്നാലും ജസ്റ്റ് പറയുന്നതേ ഉള്ളേ. അപ്പൊ ഗ്രൂപ്പ് ഫസ്റ്റ് ആരുമായിട്ടായിരുന്നു? ഗംഗ യമുന ഡോബ് റീജിയനിലുള്ള ആൾക്കാരുമായിട്ടായിരുന്നു സമുദ്രഗുപ്ത കോൺക്വസ്റ്റ് നടത്തിയിരുന്നത്. രണ്ടാമത് വരുന്നത് ആരാണ് നമുക്ക് നോക്കാം. എഗെയിൻസ്റ്റ് റൂളർ ഓഫ് ഈസ്റ്റേൺ ഹിമാലയൻ റീജിയനിൽ വരുന്ന റൂളേഴ്സ് ആയിട്ടും, അതായത് ഏകദേശം നേപ്പാൾ, ബംഗാൾ, ആസാം റീജിയൻസിൽ വരുന്ന റൂളേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു രണ്ടാമത് കോൺക്വസ്റ്റ് ഉണ്ടാവുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഫോറസ്റ്റ് കിങ്ഡംസ് ഇൻ വിന്ധ്യ റീജിയനിൽ വരുന്ന ഫോറസ്റ്റ് കിങ്ഡം, കുറെ ഫോറസ്റ്റ് കിങ്ഡംസ് ഒക്കെ ആ ഒരു സമയത്ത് വിന്ധ്യ റീജിയനിൽ വരുന്നുണ്ട്. അവരോടായിരുന്നു മൂന്നാമത് അദ്ദേഹം കോൺക്വസ്റ്റ് നടത്തുന്നത്. ഇനി നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് The Deccan and South India against Kanchi in Tamil Nadu, where the Pallavas were forced to acknowledge the sovereignty. അപ്പൊ എന്താണ്? Conquer and liberate the 12 rulers of Deccan and South India. ഡെക്കാൻ സൗത്ത് ഇന്ത്യൻ പോർഷനിലായിരുന്നു അദ്ദേഹം പിന്നീട് കോൺക്വസ്റ്റ് നടത്തുന്നത്. അദ്ദേഹം അവിടെ കോൺക്വസ്റ്റ് നടത്തുകയും അതിനെ തുടർന്ന് 12 റൂളേഴ്സിനെ അവിടുന്ന് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി അഞ്ചാമതായിട്ട് ആരായിട്ടായിരുന്നു? ഷാഗാസും കുഷനാസും. നമ്മൾ പറഞ്ഞു ഗുപ്ത എംപയർ റൈസ് ചെയ്ത് വന്ന സമയത്ത് ശതവാഹനാസും കുഷാനാസും ഉണ്ടായിരുന്നു. കുഷാനാസിന്റെ വേറെ ക്ലാനിൽ പെട്ടവരായിരുന്നു മുരുണ്ടാസ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതിൽ വരുന്ന കുഷാനാസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു പിന്നെ അദ്ദേഹം കോൺക്വസ്റ്റ് നടത്തി. നമ്മള് സമുദ്രഗുപ്തയുടെ കാര്യം കൂടെ നോക്കാം. സമുദ്രഗുപ്ത എന്ന് പറയുന്നത് മകനായിരുന്നു. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം കുറെ ഉണ്ട്. അതിന് നമുക്ക് മെയിനായിട്ട് മറ്റു ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഒന്നാമത്തത് ഗംഗ എന്ന ഡോബിലുള്ള പ്രിൻസസുമായിട്ട്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ, അതായത് നേപ്പാൾ, ബംഗാൾ, ആസാം റീജിയൻസ്. മൂന്നാമത്തെന്ന് പറയുന്നത് വിന്ധ്യ റീജിയൻസിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് കിങ്ഡംസിനെതിരെയായിരുന്നു. നാലാമത്തെന്ന് പറയുന്നത് ഡെക്കാൻ സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. അഞ്ചാമത്തെന്ന് പറയുന്നത് ഷാഗാസും കുഷനാസും. ഇനി അദ്ദേഹം പിടിച്ചടക്കിയ ആൾക്കാരെ പറ്റിയും അദ്ദേഹം പിടിച്ചടക്കിയ രാജ്യങ്ങളെ പറ്റിയും അദ്ദേഹം ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് മെൻഷൻ ചെയ്തിരുന്നത്?
നമ്മളിവിടെ പറഞ്ഞല്ലേ, അലഹബാദ് ഇൻസ്ക്രിപ്ഷനിലായിരുന്നു അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്മള് ശ്രീഗുപ്ത, അത് കഴിഞ്ഞിട്ട് വന്ന ഗദോൽഗജ, അതുപോലെ സമുദ്രഗുപ്തയും ഏത് ഇൻസ്ക്രിപ്ഷനായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അലഹബാദ് ഇൻസ്ക്രിപ്ഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് മാത്രമാണ് മെഹ്റൂളി അയൺ ഇൻസ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റ് നിൽക്കുന്ന ഒരു രാജാവ്. ഇനി നമുക്ക് ബാക്കി സമുദ്രഗുപ്തയുടെ കാര്യം നോക്കാം. ഹിസ് കോൺക്വസ്റ്റ് എക്സ്റ്റെൻഡഡ് ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റ് എവിടെ മാത്രമല്ല, ഇന്ത്യക്ക് അകത്ത് മാത്രമല്ലായിരുന്നു, ഇന്ത്യക്ക് പുറത്തേക്കും അദ്ദേഹം കോൺക്വസ്റ്റുകൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ദ ചൈനീസ് സോഴ്സസ്, ദ റൂളർ ഓഫ് ശ്രീലങ്ക മേഘവർമ്മൻ സെൻഡ് എ മിഷണറി ടു സീക്ക് പെർമിഷൻ ഫ്രം സമുദ്രഗുപ്ത ഫോർ ബിൽഡിംഗ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ അറ്റ് ഗയ. അപ്പം ഒരു ചൈനീസ് സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ശ്രീലങ്കയിലെ റൂളർ ആയിട്ടുള്ള ആരാണ്? മേഘവർമ്മൻ. ശ്രീലങ്കൻ റൂളർ ആയിട്ടുള്ള മേഘവർമ്മൻ അദ്ദേഹത്തിന്റെ ഒരു മിഷനറിയെ സമുദ്രഗുപ്തന്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. അതായത് ഗായ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഈ സമുദ്രഗുപ്തന്റെ അടുത്തേക്ക് ഈ മേഘവർമ്മൻ ഒരു മിഷനറിയെ വിടുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അത്രത്തോളം പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു റൂളർ ആയിരുന്നു സമുദ്രഗുപ്ത. അദ്ദേഹത്തിന്റെ ആ ഒരു പവർ അത്രത്തോളം, അല്ലെങ്കിൽ ശ്രീലങ്ക വരെയുള്ള റീജിയൻസിൽ എത്തിയിരുന്നു എന്നത് നമുക്ക് ഇന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. ഹി ബിലീവ്ഡ് ഇൻ പോളിസി ഓഫ് വയലൻസ് ആൻഡ് കോൺക്വസ്റ്റ്. ഭയങ്കര വയലൻസും കോൺക്വസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു റൂളർ കൂടിയായിരുന്നു ആര്? സമുദ്രഗുപ്ത വൺ എന്ന് പറയുന്നത്. His court poet Harisena wrote a glowing account of Samudragupta's military exploit. അപ്പം അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പോയറ്റ് ആയിരുന്നു ഹരിസേന എന്ന് പറയുന്നത്. ഈ ഹരിസേന സമുദ്രഗുപ്തന്റെ മിലിറ്ററി എക്സ്പ്ലോയിറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകളെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി സമുദ്രഗുപ്ത കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്ന റൂളറാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 380 തൊട്ട് AD 412 വരെയാണ്. അക്കോർഡിംഗ് ടു ദേവി ചന്ദ്രഗുപ്തം, രമാഗുപ്ത, എൽഡർ ബ്രദർ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്, വാസ് ദ സക്സസർ ഓഫ് സമുദ്രഗുപ്ത. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ദേവി ചന്ദ്രഗുപ്തം, ലിറ്റററി സോഴ്സസ് പറഞ്ഞ സമയത്ത് മുദ്രാരാക്ഷസം ദേവി ചന്ദ്രഗുപ്തമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ദേവി ചന്ദ്രഗുപ്തം അനുസരിച്ച് രമാഗുപ്തനായിരുന്നു, അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള രമാഗുപ്തനായിരുന്നു സമുദ്രഗുപ്തയ്ക്ക് മുമ്പ് റൂളറായിട്ട് കാര്യം ചെയ്തത്. ഹി സറണ്ടേർഡ് ടു ദ ശാഖ റൂളർ ദുരുദേവി. ചന്ദ്രഗുപ്ത സെക്കൻഡ് ഇൻവൈറ്റഡ് ദ എനിമി ക്യാമ്പ് ആൻഡ് ക്യാപ്ചേർഡ് ദ ത്രോൺ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ രമാഗുപ്ത എന്ന് പറയുന്ന ആ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ എൽഡർ ബ്രദർ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ശാഖാ റൂളർ ആയിട്ടുള്ള ദുരുദേവിക്ക് സറണ്ടർ ചെയ്യണം. അവിടെ സറണ്ടർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആര്? രമാഗുപ്ത എന്ന് പറയുന്നത്. ശേഷം ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ആർമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്ന് ആ ക്യാമ്പിൽ ചെല്ലുകയും അവിടുന്ന് അദ്ദേഹത്തിനെ മോചിപ്പിക്കുകയും ആ ഒരു അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുവാണ് ചെയ്യുന്നത്. The Gupta Empire saw the high water mark under the reign of ചന്ദ്രഗുപ്ത. അപ്പൊ ഈ ഗുപ്ത എംപയറിന്റെ അതിന്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തുന്ന ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്തെന്നാണ് പറയപ്പെടുന്നത്. He strengthened his political power through matrimony alliances. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തുടരെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ അവിടെ ഒരു മാട്രിമോണിയൽ അലയൻസസ് കൊണ്ടുവരാം, അതുവഴി ആ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളത്. അത് അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്ന ഒരു റൂളർ കൂടിയായിരുന്നു ആര്? ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പവർ തന്നെ സ്ട്രെങ്തൻ ചെയ്തിരുന്നത് ഈ മാട്രിമോണിയൽ അലയൻസസിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഹി മാരീഡ് ദ നാഗ പ്രിൻസസ് ഓഫ് സെൻട്രൽ ഇന്ത്യ, കുബേർ നാഗ. അതിന്റെ ഭാഗമായിട്ട് നാഗ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എമർജ് ചെയ്തു വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പം നാഗ പ്രിൻസസ് ആയിട്ടുള്ള കുബേർ നാഗയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. ഹി മാരീഡ് ഹിസ് ഡോക്ടർ പ്രഭാവതി ടു രുദ്രസേന സെക്കൻഡ്, എ വഗടക പ്രിൻസ്. അതേപോലെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതിയെ രുദ്രസേന സെക്കൻഡ് എന്നുള്ള വഗാടക പ്രിൻസ്. വഗാടകാസ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ വരുന്ന കുറെ ചെറിയ
ക്ലാൻസ് പോലെയുള്ള റൂളിംഗ് ക്ലാസ്സസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. അതായത് കുശാനാസ്, ശതവാഹനാസ്, ശാഗാസ്, വകടകാസ്, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്. അതുപോലെ നാഗാസ്. അപ്പം അതേപോലെ മാട്രിമോണിയൽ അലയൻസസിന്റെ ഭാഗമായിട്ട് നാഗ പ്രിൻസസിനെ ആരെ വിവാഹം ചെയ്യുന്നു? ചന്ദ്രഗുപ്ത സെക്കൻഡ് വിവാഹം ചെയ്യുന്നു. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിട്ടുള്ള പ്രഭാവതിയെ വകടക പ്രിൻസ് ആയിട്ടുള്ള രുദ്രസേനൻ സെക്കൻഡിന് വിവാഹം ചെയ്തു കൊടുക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. With the death of Rudrasena II, Prabhavati became the virtual ruler and promoted the interest of father Chandragupta II. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രഭാവതി രുദ്രസേന സെക്കൻഡ്, അതായത് വകടക പ്രിൻസ് ആയിട്ടുള്ള രുദ്രസേന സെക്കൻഡിനെ വിവാഹം ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം രുദ്രസേനൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മരിച്ചു പോകുന്നതിന് ശേഷം പ്രഭാവതി ആവുന്നു ആ ഒരു വകടക റീജിയന്റെ റൂളർ എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് പ്രഭാവതി അവിടുത്തെ റൂളറായിട്ടുണ്ടെങ്കിലും എങ്ങനെയായിരുന്നു പ്രഭാവതി ഭരിച്ചുകൊണ്ടിരുന്നത്? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഇഷ്ടത്തിനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് വകടക റീജിയൻ റൂൾ ചെയ്ത് പോയിരുന്നത്. ഇൻ ദിസ് വേ ഹി ഹാസ് ഇൻഡയറക്ട് കൺട്രോൾ ഓവർ ദ വകടക. ഇപ്പൊ എന്താ വകടക എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയുടെ പോർഷൻസ് ആണ് വരുന്നത്. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഇൻഡയറക്ട്ലി ഈ വകടക കിങ്ഡം ആരുടെ കീഴിലേക്ക് വരുവാണ്? നമ്മുടെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കീഴിലേക്ക് വരുവാണ് ചെയ്യുന്നത്. Ujjain was the second capital of Gupta Empire during the reign of Chandragupta II. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആദ്യമേ ഗുപ്ത എംപയറിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാടലിപുത്രയായിരുന്നു. പക്ഷെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയമാകുമ്പോഴത്തേക്കും ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്? ഉജ്ജയിനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. Mehroli iron pillar inscription claims his authority over the northwestern portions of India. അപ്പൊ നമ്മൾ മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ അതായത് നോർത്ത് വെസ്റ്റേൺ പോർഷൻസ് ഓഫ് ഇന്ത്യ ആരുടെ കീഴിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്? ഗുപ്ത എംപയറിന്റെ കീഴിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഈ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ നോക്കുന്ന സമയത്താണ്. The Chinese pilgrim Fahian visited India during his reign. അതേപോലെ തന്നെ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്താണ് ചൈനീസ് പിൽഗ്രീം ആയിട്ടുള്ള ഫാഹിയാൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. നമ്മൾ സോഴ്സസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഫാഹിയാന്റെ സോഴ്സസ് ഫാഹിയാന്റെ അക്കൗണ്ട്സിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗുപ്ത എംപയറിനെ കുറിച്ചുള്ള സോഷ്യൽ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണേന്ന്. അപ്പം ഫാഹിയാൻ ഏത് റൂളറിന്റെ സമയത്താണ് വിസിറ്റ് ചെയ്യുന്നത്? ഇന്ത്യ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്താണ്. അത് മറന്നു പോകുന്നത്. അതേപോലെ തന്നെ നവരത്നാസ്, അതായത് നയൺ ജെംസ് ഓഫ് ദ കോട്ട് എന്നറിയപ്പെടുന്ന നവരത്നാസ് കാണപ്പെട്ടിരുന്നതും, അതായത് ഭയങ്കര പ്രൊമിനന്റ് ആയിട്ടുള്ള 9 സ്കോളേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെയായിരുന്നു നവരത്നാസ് എന്ന് പറയുന്നത്. ഈ നവരത്നാസ് ആദ്യ സമയത്താണ് കാണപ്പെടുന്നത്? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സമയത്താണ് കാണുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2-3 പേരാണ്. ഇവിടെ എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത പേരുകളാണ്. കാളിദാസ, അതുപോലെ ശംഖു, വരരുചി, ഭട്ട, ഇവരൊന്നും മറന്നു പോലും. ഇവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവരാണ്. ഇവരെ കുറിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന റൂളറാണ് കുമാരഗുപ്ത എന്ന് പറയുന്നത്. ഏകദേശം AD 415 തൊട്ട് 455 വരെയായിരുന്നു കുമാരഗുപ്തന്റെ സമയം എന്ന് പറയും. ഹി വാസ് ദ സൺ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പൊ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകനായിരുന്നു ആര്? കുമാരഗുപ്ത എന്ന് പറയുന്നത്. ഹി ടുക്ക് അപ്പ് ദ ടൈറ്റിൽ മഹേന്ദ്ര ആദിത്യ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ശ്രീഗുപ്ത പറഞ്ഞു, ഘടോൽഗജ പറഞ്ഞു. അവരെ രണ്ടുപേരും എന്താ മഹാരാജ എന്നുള്ള പേരില് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കി വരുന്നത് ആരെയായിരുന്നു? ചന്ദ്രഗുപ്ത പറയുന്നുണ്ട്. ചന്ദ്രഗുപ്ത നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? മഹാരാജാതിരാജ എന്നുള്ള പേരില് മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തതായിട്ട് പറയുന്നു. ഇനി കുമാരഗുപ്ത വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏത് ടൈറ്റിലാണ് സ്വീകരിച്ചത്? മഹേന്ദ്ര ആദിത്യ എന്നുള്ള ടൈറ്റിലായിരുന്നു കുമാരഗുപ്ത അറിയപ്പെട്ടിരുന്നത്. He founded the Nalanda University with gained the international importance. അപ്പം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ആരാണ്? ഈ കുമാരഗുപ്തൻ അല്ലെങ്കിൽ മഹേന്ദ്ര ആദിത്യ കുമാരഗുപ്ത
കുമാരഗുപ്തയാണ് നാളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. ഗുപ്ത എംപയർ began to face ഹ്യൂണ ഇൻവേഷൻ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. അതായത് ഹൂനന്മാരുടെ ഒരു ഇൻവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുമാരഗുപ്തന്റെ സമയത്തായിരുന്നു. Although he tried to avoid the invasion of Hunas into India, his successors proved to be weak. അപ്പം ഈ കുമാരഗുപ്തന്റെ സമയത്താണ് ഹ്യൂണ ഇൻവേഷൻ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പോലും അദ്ദേഹം അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എന്താ, അദ്ദേഹത്തിന് ശേഷം വന്ന റൂളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിരുന്നു. അതാണ് പിന്നീട് എന്താ നമ്മുടെ ഈ ഒരു ഗുപ്ത എംപയറിന്റെ, അല്ലെങ്കിൽ ഇത്രയും പ്രൊമിനന്റ് ആയിട്ട് എമർജ് ചെയ്ത് വന്ന ഒരു ഗുപ്ത എംപയറിന്റെ ഡിക്ലൈനിന് വരെ കാരണമാകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഗുപ്ത എംപയറിന്റെ ലാസ്റ്റ് റൂളർ ആയിട്ട് വരുന്ന ആളെയാണ് സ്കന്ദഗുപ്ത. അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് എപ്പോഴാണ്? 455 തൊട്ട് 467 കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തോടു കൂടി എന്താണ് സംഭവിക്കുന്നത്? ഹ്യൂണന്മാര് ഇദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്യും. അതായത് പിന്നെ എന്താ, പുഷ്യമിത്ര സുംഗ ഹീസ് കൺസിഡർഡ് ടു ബി ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ എമംഗ് ദ ഗുപ്ത ഡൈനാസ്റ്റി. അപ്പം അദ്ദേഹത്തിനെയാണ് നമ്മള് ഗുപ്ത ഡൈനാസ്റ്റിയിലെ തന്നെ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ആയിട്ട് പറയപ്പെടുന്നത്. ഹി ഡിഫീറ്റഡ് ദ ഹ്യൂണ ഇൻവേഷൻ ആൻഡ് പുഷ്യമിത്ര ത്രെട്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ കുമാരഗുപ്തന്റെ സമയത്ത് ഹൂനന്മാരുടെ ഇൻവേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ചേർത്ത് നിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശേഷം വന്ന റൂളേഴ്സ് വീക്കായിരുന്നു. പക്ഷെ സ്കന്ദഗുപ്തൻ ഏറെക്കുറെയൊക്കെ എന്താ ഹ്യൂനന്മാരുടെ ഇൻവേഷൻ ഡിഫീറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ പുഷ്യമിത്ര സുംഗയുടെ ഭീഷണിക്കെല്ലാം വഴങ്ങാണ്ട് കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശേഷം വന്ന റൂളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിരുന്നു. അത് തന്നെയാണ് എന്തിന് കാരണമാകുന്നത്? ഇതിന്റെ ഡിക്ലൈൻ കാരണമാകുന്നത്. The decline of the Gupta Empire was followed by the political disintegration in the North India. ഒന്നാമത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പൊളിറ്റിക്കൽ ഡിസിൻറ്റഗ്രേറ്റി ഇൻ നോർത്ത് ഇന്ത്യ. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇത് സ്കന്ദഗുപ്ത കഴിഞ്ഞ് വരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിരുന്നു. അത് തന്നെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം, ഇതിന്റെ ഗുപ്ത എംപയറിന്റെ ഡിക്ലൈൻ. പിന്നീട് വരുന്നത് നോർത്ത് ഇന്ത്യ മുഴുവൻ പൊളിറ്റിക്കലി എന്താ യുണൈറ്റ് ചെയ്ത് നിർത്തിയിരുന്നു ഗുപ്ത എംപയർ. പക്ഷെ ആ ഒരു യൂണിറ്റി പയ്യെ തകർന്നു പോകാൻ തുടങ്ങി. അതും എന്തിന്റെ ഡിക്ലൈന് കാരണമാകുന്നുണ്ട്? ഗുപ്ത എംപയറിന്റെ ഡിക്ലൈന് കാരണമാകുന്നുണ്ട്. ഇൻ ദ ഗാംഗറ്റിക് റീജിയൻ ഇറ്റ് വാസ് സക്സീഡഡ് ബൈ മൗഖരി ഡൈനാസ്റ്റി ആൻഡ് പുഷ്യഭൂതി ഡൈനാസ്റ്റി. അപ്പം ഈ ഗംഗ യമുന ഡോബില അതുപോലെ ഗാംഗറ്റിക് റീജിയനിലേക്കൊക്കെ ഗുപ്ത എംപയറിന് അവിടെ ഉണ്ടായിരുന്ന റൂളേഴ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് മൗഖരി ഡൈനാസ്റ്റിയും, അതുപോലെ ഓർത്തിരിക്കണം, മൗഖരി ഡൈനാസ്റ്റിയും അതുപോലെ പുഷ്യഭൂതി ഡൈനാസ്റ്റി ഒക്കെ എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഗുർജാര പ്രതിഹാര സക്സീഡഡ് ദ ഗുപ്ത എംപയർ ഇൻ ദ വെസ്റ്റേൺ റീജിയൻ. വെസ്റ്റേൺ റീജിയനിൽ ആര് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്? ഗുർജാര പ്രതിഹാരാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നിട്ട് ഗുപ്ത ഡൈനാസ്റ്റിയുടെ വെസ്റ്റേൺ റീജിയൻ പിടിച്ചെടുക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യ ആരുടെ കയ്യിലേക്ക് വരുവാണ്? ചാലുക്യാസ് ഓഫ് ബദാമിയുടെ കയ്യിലേക്കും അതുപോലെ പല്ലവാസ് ഓഫ് കാഞ്ചിയുടെ കയ്യിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഡിക്ലൈന് എല്ലാ ഭാഗത്തു നിന്നുള്ള അറ്റാക്കോട് കൂടിയാണ് ഗുപ്ത എംപയർ നശിക്കുന്നത്. നോർത്ത് ഇന്ത്യയില് ആ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഗാംഗറ്റിക് റീജിയനില് മൗഖരി ഡൈനാസ്റ്റിയും പുഷ്യഭൂതി ഡൈനാസ്റ്റിയും വന്ന് പിടിച്ചെടുക്കുന്നു. ഇപ്പോഴത്തെ വെസ്റ്റേൺ റീജിയനിൽ ആരാ? ഗുർജാര പ്രതിഹാരാസ് വരുന്നു. സൗത്ത് ഇന്ത്യൻ റീജിയനില് ചാലുക്യാസ് ഓഫ് ബദാമിയും പല്ലവാസ് ഓഫ് കാഞ്ചിയും വരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത് അതുപോലെ വീക്ക് ആയിട്ടുള്ള റൂളേഴ്സും എല്ലാം കൊണ്ടുമാണ് എന്ത് തകർന്നു പോകുന്നത്? ഗുപ്ത എംപയർ എന്ന് പറയുന്നത് അതിന്റെ തകർച്ചയിലേക്ക് പോകുന്നു. ഇത്രയും പോർഷൻസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.